പക്ഷെ ഒരു രഹസ്യം കൂടി ഞാൻ ചോദിക്കട്ടെ, ഈ പാവപ്പെട്ട ഡ്രൈവർക്ക് ആരാണ് ഇതിന്റെ പുറയിൽ? ഇതിനെ നശിപ്പിക്കാൻ ശ്രമിക്കുന്ന ആരോ ഇതിന്റെ പുറയിലില്ല. ഇത് നന്നാവരുന്ന പ്ലാസ്റ്റിക് കുപ്പിയിട്ടതിന് മന്ത്രി കണ്ടു ശകാരിച്ചു. തെറ്റാണോ? അതൊരു തെറ്റാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. എൻ്റെ ഒരു പ്രായത്തിൽ എൻ്റെ അനിയനെ പോലെ ഒരാളോട് നിങ്ങൾ എന്തിനാണ് ചെയ്തത്, അങ്ങനെ ചെയ്യരുത് എന്ന് പറയാൻ എനിക്ക് അധികാരമുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. അതിനെപ്പറ്റി ഒന്നും കോടതി പറഞ്ഞിട്ടില്ല. ഞാനിതിൻ്റെ CEO ആണ്. എൻ്റെ കൺമുമ്പിൽ കാണുമ്പോൾ ഞാൻ വണ്ടികൾ നിങ്ങളുടെ കൺമുമ്പിൽ കാണുമ്പോൾ വണ്ടി റോങ് ആയിട്ട് ഓടിക്കും, നിങ്ങൾ വീഡിയോ പകർത്തി എനിക്ക് അയച്ചു തരാറില്ലേ? ഞാൻ നടപടി എടുക്കാറില്ലേ? അത് നിങ്ങൾക്ക് അതിന് അധികാരമുണ്ടോ? പത്രപ്പുറത്തവർക്ക് ഇതിനകത്ത് അധികാരമുണ്ടെന്ന് ആരെയും ചോദിച്ചിട്ടുണ്ടോ? ഇല്ലല്ലോ. നിങ്ങൾ സാധാരണ ജനങ്ങൾ അയക്കുന്നില്ലേ? സിറ്റിസൺ ആപ്പിലേക്ക് ഓരോ കുറ്റകൃത്യങ്ങൾ വീഡിയോയിൽ പകർത്തിയിട്ട് അയച്ചു തരുന്നില്ലേ? ഇപ്പോൾ എറണാകുളത്ത് പിന്നെ കേരളം മുഴുവൻ ഈ ഹോൺ എടുക്കുകയാണ്. നിങ്ങൾ അതിൻ്റെ മറുവശം വാങ്ങിക്കണം. ഹോൺ ഇളക്കി മാറ്റുന്ന ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഉത്തരവിൻ്റെ പുറത്ത് ഒരു അഡ്വക്കേറ്റ് ഇരുന്ന് അടിക്കുന്നതായിട്ട് ഇയാൾ ഏത് അധികാരത്തിൻ്റെ പുറത്താണ് എടുക്കുന്നത്? ബഹുമാനപ്പെട്ട ഹൈക്കോടതി പറഞ്ഞു ഇത്ര ഡെസിമലിന് വേണ്ടിയുള്ള ഹോൺ അടിച്ചാൽ നടപടി എടുത്തിരിക്കണമെന്ന് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഉത്തരവുണ്ട്. എറണാകുളത്ത് പോയി വണ്ടി ഓടിച്ച് നോക്കും, നിങ്ങളെ പുറകെ കൊണ്ടുവച്ച് ഹോൺ അടിച്ച് പൊറുതി മുട്ടിക്കുകയാണ്. ഈ ഒരു വശത്ത് പറയുന്നു ഗണേഷ്കുമാർ ഹോൺ എടുക്കാൻ പറഞ്ഞു, ഈ റോളർ കയറ്റാനെന്ന് ഞാൻ പറഞ്ഞല്ല, അത് ട്രാൻസ്പോർട്ട് കമ്മീഷൻ നിർദ്ദേശപ്രകാരം ഞാൻ അത് റീസെയിൽ ചെയ്യും, അതാണ് നമ്മുടെ നാട്. ഇല്ല, കോളാമ്പി അവർ പറയുന്ന ഞാൻ ചോദിച്ചു അത്. അപ്പോൾ അവരുന്ന കോളാമ്പി മതി, മറ്റത് കിട്ടത്തില്ല, സ്പെയർ കിട്ടത്തില്ല, ഇത് മാത്രമായിട്ട് സെറ്റായിട്ട് വാങ്ങി നോക്കുമെന്നാണ് പറയുന്നത്. അല്ല, ഇത് നശിപ്പിച്ചില്ലെങ്കിൽ ഇതേ സാധനം തിരിച്ച് മറ്റേ അറ്റാറ്റത്ത് പോകും. ഞാൻ ട്രാൻസ്പോർട്ട് കമ്മീഷണർക്ക് നിർദ്ദേശം കൊടുത്തു വലിച്ചു പറിക്കാൻ. അത് ഇളക്കാൻ പറഞ്ഞു, ഇളക്കി. അപ്പോൾ ട്രാൻസ്പോർട്ട് കമ്മീഷനാണ് പറഞ്ഞത് പൊട്ടിച്ച് കളയാൻ. അപ്പം നമ്മളെവിടെയാണ് പോകുന്നത്? പൊട്ടിക്കാൻ വന്ന വണ്ടിക്ക് പൊല്യൂഷൻ ഉണ്ടോ എന്ന് ചോദിക്കാം. നമ്മൾ നാട്ടുകാരെ ചെവിക്കല്ലടിച്ച് ഡയഫ്രം അടിച്ച് കളയുന്നതിനാണോ പ്രാധാന്യം? അതിന് പൊല്യൂഷൻ ഉണ്ടോ എന്ന്? എല്ലാ വണ്ടിക്കും പൊല്യൂഷൻ ഇല്ലേ? ഇപ്പോൾ വേറെ പ്രശ്നമുണ്ട്. KSRTC ഡ്രൈവിംഗ് സ്കൂൾ തുടങ്ങിയപ്പോൾ പ്രതിഷേധമായിരുന്നു. ഇപ്പോൾ KSRTC പൊല്യൂഷൻ സെൻറ്റർ തുടങ്ങിയാണ് നാളെ മുതൽ. ഹൈക്കോടതി ഉത്തരവ് കണ്ടോ? ഹൈക്കോടതി ഉത്തരവിൽ പറയുന്നത് പ്രത്യേക കാരണം കാണിക്കാതെ ഈ വ്യക്തിയെ അവിടെ നിന്ന് സ്ഥലം മാറ്റിയത് കൊണ്ട് അത് റദ്ദാക്കുന്നു. ഏത് സ്ഥലം മാറ്റം? തൊട്ട് താഴത്തെ വരിയും കൂടെ വായിക്കണം. നിങ്ങൾക്ക് ഡിപ്പാർട്ട്മെന്റിൽ മറ്റ് നടപടികൾ സ്വീകരിച്ച് മുന്നോട്ട് പോകുന്നതിന് ഈ ഉത്തരവ് ഒരു തടസ്സമല്ല. KSRTC അതിനുള്ള അധികാരം ഉണ്ടെന്നാണ് എഴുതിയിരിക്കുന്നത്. ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഉത്തരവാണ്. എന്നെ കളിയാക്കാൻ വേണ്ടി ആ മന്ത്രി മുട്ടുമടക്കി തലകുത്തി. എനിക്ക് മുട്ടുമടക്കാനും തലകുത്തിക്കാനും ഒരു വിഷമമുള്ള ആളല്ല. അതൊന്നും ഇതെൻ്റെ കുടുംബ പ്രശ്നമൊന്നും അല്ലല്ലോ. ഇത് വ്യക്തിപരമായ കാര്യമല്ല. എനിക്ക് ആ വ്യക്തിയോട് എന്താണ് വ്യക്തിവിരോധം? നിങ്ങൾ പറയുന്ന കൂടി ശ്രദ്ധിക്കണം. കാലിക്കുപ്പിയാണ് വാരിയിട്ടിരുന്നത്. കുടിക്ക് ദാഹജലം തടഞ്ഞ ദുഷ്ടനായ മന്ത്രിയൊന്നുമല്ല, ദാഹജലമൊന്നുമല്ല. അതിൻ്റെ വീഡിയോ എൻ്റെ കയ്യിലുണ്ട്. വിജിലൻസ് എടുത്ത വീഡിയോ ഉണ്ട്. ഞാനെടുത്ത വീഡിയോ അല്ല, വിജിലൻസ് എടുത്ത വീഡിയോ ഉണ്ട്. കോടതി ഉത്തരവ് വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. പ്രമോദ് ഒന്ന് വായിച്ച് കേൾപ്പിച്ചു കൊടുക്കും. ആ കോടതി ഉത്തരവ് നിങ്ങൾക്ക് വാട്സാപ്പിൽ ഇട്ട് തരാം. ബഹുമാനപ്പെട്ട കോടതി പറഞ്ഞിരിക്കുന്നത് ഈ ഒരു സ്ഥലം മാറ്റം വേണ്ടെന്ന് വയ്ക്കുന്നു. ആ വെട്ടി കുറച്ചുകൊണ്ട് മാക്സിമം വണ്ടി ഓടിച്ച് ഏറ്റവും ഡെഡ് മൈലേജ് ഒഴിവാക്കി ആ പിടിക്കുന്ന പൈസ എവിടെ നിന്നൊക്കെ കറണ്ട് ചാർജ്. ഞാനിപ്പം ബഹുമാനപ്പെട്ട എല്ലാ MP-മാർക്കും കത്ത് തയ്യാറായി കഴിഞ്ഞു. ഞാൻ ഒപ്പിട്ടു ഇന്നലെ. അവർക്ക് അയക്കുകയാണ്. എന്താണ് ഈ എല്ലായിടത്തും സോളാർ പാനൽ വയ്ക്കാൻ വേണ്ടി അവർ MP ഫണ്ട് തരണമെന്നാണ്. എല്ലാ ലോകസഭ രാജ്യസഭ MP-മാർക്കും ഞാൻ കത്ത് അയക്കാം. കത്ത് റെഡിയായി, ഞാൻ സൈൻ ചെയ്ത് കഴിഞ്ഞു. ഇന്നും നാളെയൊക്കെ ആയിട്ട് അത് പോസ്റ്റ് ചെയ്യും. അപ്പോൾ അവരെ ഇപ്പം MLA-മാർ തന്നതുപോലെ അവർ സോളാർ വയ്ക്കാൻ പണം തന്നാൽ കോടിക്കണക്കിന് രൂപ വൈദ്യുതി ലാഭിക്കാം. ആ വൈദ്യുതി ലാഭിക്കുമ്പോൾ ആ പണമൊക്കെയാണ് ഈ പലിശ കൊടുക്കുന്നത്. ഇപ്പോൾ 150 വരെ പിരിച്ചു കിട്ടുമെന്ന് പറയുന്നു. അവരെ ശമ്പളം തന്നെ ഏതാണ്ട് 28-30 ലക്ഷം രൂപ വരുന്നുണ്ട്. ഇപ്പോൾ എല്ലായിടത്തും ക്യാമറ വയ്ക്കുകയാണ്. ക്യാമറ വെച്ച് കഴിയുമ്പോൾ അനാവശ്യമായ സെക്യൂരിറ്റിക്കാർ ആവശ്യമില്ല. എല്ലാ മുക്കിലും മൂലയിലും ക്യാമറ വയ്ക്കുക. അപ്പം പിന്നെ സെക്യൂരിറ്റിക്കാരോട് വേണമെന്ന് പറയുന്നത് എങ്ങനെയാണ്? അപ്പോൾ ഈ ക്യാമറയുടെ വാച്ച് ചെയ്യാൻ വേണ്ടി നമുക്ക് ആക്സിഡൻറ്റിലും മറ്റും കാലൊക്കെ പോയിട്ടുള്ള ഡ്രൈവർമാരൊക്കെ ഉണ്ട്. അവരവിടെ ഇരുന്ന് വാച്ച് ചെയ്യും. അപ്പോൾ അവർക്ക് ശമ്പളവും കിട്ടും, നമ്മളെ ജോലിയും നടക്കും. അല്ലാതെ ഇപ്പോൾ ഏത് വാച്ചറാണ് ഒരാളെ പിടിച്ചു മാറ്റുന്ന? അഴിയും വാങ്ങിക്കും. നമ്മളെന്താണെങ്കിൽ പോലീസിന് വിളിക്കുക, പോലീസ് വരും. അത് ഇരിക്കുന്ന ആൾ മതി. TV-യിൽ ഒരു മോശമായ കാഴ്ച കണ്ടു, ഉടൻ പോലീസിൽ വിളിക്കുക. പോലീസ് വന്നത് കൈകാര്യം, പോലീസാണ് കൈകാര്യം. നമ്മുടെ സെക്യൂരിറ്റിക്കാർ കൈകാര്യമില്ല. കൊട്ടാരക്കരയിൽ 8 ബസ്സുകൾ ഡാമേജ് ചെയ്തു. 8 ബസ് ഡാമേജ് ചെയ്ത് ഒരു സെക്യൂരിറ്റിക്കാരനും കണ്ടില്ല. 16 സെക്യൂരിറ്റിക്കാരുണ്ടായിരുന്നു. 18 പേരെ കണ്ടുണ്ട്, ആരും കണ്ടില്ല. അപ്പോൾ ഇവർക്ക് എന്തായിരുന്നു ജോലി? അപ്പം അത്തരത്തിലുള്ള അനാവശ്യ ചെലവുകളെല്ലാം ഒഴിവാക്കി ഇത് വൃത്തിയായിട്ട് കൊണ്ടുപോകും. പലിശ കൊടുത്ത് എല്ലാ ജീവനക്കാരും മനസ്സിലാക്കുക, പലിശ കൊടുത്ത് ഓവർ ഡ്രാഫ്റ്റ് എടുത്താണ് നിങ്ങൾക്ക് 1-ാം തീയതി ശമ്പളം തരുന്നത്. നിങ്ങളും നിങ്ങളുടെ കുടുംബവും സന്തോഷത്തോടെ ഇരിക്കുക. ഓണം നന്നായി ആഘോഷിച്ചു. മുടക്കം കൂടാതെ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുമ്പോൾ അതിന് ചില ചെലവ് ചുരുക്കൽ നടപടികളുണ്ടാകും. ധനകാര്യ വകുപ്പ് തന്നെന്ന എല്ലാ നിർദ്ദേശവും പണം തരുമ്പോൾ ഓരോ തവണയും അവർ ധനകാര്യ മന്ത്രി അടക്കം പറയുന്നത് ചെലവ് കുറയ്ക്കും. നിങ്ങൾ എന്ത് ചെലവ് കുറച്ച് കണക്കെഴുതിക്കൊണ്ട് പ്ലാനിംഗ് ബോർഡിന് മുമ്പിൽ നമ്മൾ ചെലവ് കുറച്ച കണക്ക് കാണിച്ചു കൊടുത്തപ്പോൾ അവർ കൈയടിക്കുകയാണ് ചെയ്തത്. പ്ലാനിംഗ് ബോർഡ് കൈയടിച്ചാണ് സ്വീകരിച്ചത് നമ്മൾ ചെയ്ത നടപടികൾ. അതുകൊണ്ട് എനിക്ക് അതിലൊന്നും വിമർശനങ്ങൾ എനിക്ക് ആ ഒരു വിഷമമില്ല. അതൊക്കെ പൊളിറ്റിക്കലായിട്ട് നമ്മൾ വിമർശിക്കേണ്ടി വരും, പറയും. അത് രാഷ്ട്രീയമാണ്. അത് തെറ്റെന്താ? അത് അവർ ചെയ്യേണ്ട ജോലി തന്നെയാണ്. അതിലൊരു തെറ്റ് ഞാനായാലും പറയും. പക്ഷേ ഇതിൽ ചില കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ട്.
പരിപാടികൾ ഉണ്ടാകുന്നു, പുതിയ ബസ്സുകൾ വരുന്നു, അപ്പോൾ തന്നെ നമ്മൾ ശമ്പളം കൃത്യമായി കൊടുക്കുന്നു, ബോണസ് കൊടുക്കുന്നു. നമ്മൾ ഈ ലാഭം എന്ന ഒരു അച്ചീവ്മെന്റിലേക്ക് എത്താൻ ഒരു നിശ്ചിത പരിധി സമയം പ്രതീക്ഷിക്കുന്നുണ്ട്. നമ്മൾ ഈ നിലയിൽ മുമ്പോട്ട് പോവുകയാണ്. നമ്മൾ പലപ്പോഴും നമ്മളെ ബാധിക്കുന്ന ഒരു വലിയ പ്രശ്നം മഴയാണ്. നിരന്തരമായ മഴ നമ്മളെ തകർക്കുകയാണ്. നമ്മൾ ഈ 10 കോടിയൊക്കെ നമ്മൾ കളക്ഷൻ 9 കോടി 10 കോടിയൊക്കെ നേടിയെന്ന് പറയുമ്പോൾ പിറ്റേ ദിവസം നേരെ വന്നിട്ട് ഈ മഴ വന്നിട്ട് 5.5 കോടിയിലേക്കാണ് താഴുന്നത്. കഴിഞ്ഞ ദിവസമൊക്കെ 5.5 6 താഴെ പോവുകയാണ്. ശരാശരി നമ്മുടെ ഇൻകം വർദ്ധിച്ചിട്ടുണ്ട്. പക്ഷേ മഴ വന്നാൽ പിന്നെ ആരും പുറത്തിറങ്ങുന്നില്ല. എല്ലാ വണ്ടിയും 5.5 കോടിയിലേക്ക് വന്നു കളക്ഷൻ താഴോട്ട്. ആവറേജ് കഴിഞ്ഞ വർഷത്തേക്കാൾ കൂടിയിട്ടുണ്ട്. EPK കൂടിയിട്ടുണ്ട്, കളക്ഷൻ കൂടിയിട്ടുണ്ട്. ശരാശരി കളക്ഷൻ ഒരു 7, 7.5, 7.25 കോടി രൂപയൊക്കെ വന്നിട്ടുണ്ട്. ഒരു 8.5 പോകണം. 8.5 ശരാശരി വന്നാൽ നമുക്ക് ബ്രേക്ക് ഈവനായിട്ട് കൊണ്ടുപോകാം, നഷ്ടമില്ലാതെ കൊണ്ടുപോകാൻ പറ്റും. അതിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ മഴ വല്ലാതെ നമ്മളെ പ്രശ്നമുണ്ടാണ്. ഇപ്പോൾ സമരങ്ങളും ബഹളങ്ങളും നമ്മളെ ബന്ധവും നമ്മളെ ഹർത്താലൊന്നും ഇല്ലാത്തതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഈ മഴ വല്ലാതെ നമ്മളെ ബാധിക്കുന്നു. കഴിഞ്ഞ ദിവസം മഴ ദിവസം 5.5 കോടിയിലേക്ക് ഇറങ്ങി. ഭയങ്കര നഷ്ടമാണ്. അതൊക്കെ ഭയങ്കര വിഷമമാണ്. നമ്മുടെ ഈ സമ്പൂർണ്ണ ഡിജിറ്റൽ സംവിധാനത്തിലേക്ക് മാറുന്നത് ഇപ്പോൾ ഒരു കാണിച്ചു. ഇതൊക്കെ എല്ലാം ഒന്നിച്ച് കോർഡിനേറ്റ് ചെയ്തതാണോ? വിവിധ അക്കൗണ്ട്സ് എല്ലാം ഒരിടത്ത് ഒരു ഡാഷ്ബോർഡിലേക്ക് വരും. പല സോഫ്റ്റ്വെയർ ആണെങ്കിലും എല്ലാം ഒരു സ്ഥലത്ത് ഒറ്റ ഡാഷ്ബോർഡിൽ കാണാൻ പറ്റും. ഇപ്പം നമ്മൾ ഈ കൊറിയറിലാരും കൂടെ പറയാം. കൊറിയറിനെ പറ്റി ഒരു ധാരണ പരത്തുന്നത് അതെല്ലാം മാധ്യമങ്ങളും മനസ്സിലാക്കണം. കൊറിയർ നമ്മൾ നടത്തിക്കൊണ്ടിരുന്നു. കൊറിയറിന് ടേൺ ഓവർ കൂടുന്നതല്ലാതെ കൊറിയറിൻ്റെ എഫിഷ്യൻസിയിൽ പ്രശ്നങ്ങളുണ്ടായിരുന്നു. കൊറിയറിൻ്റെ നടത്തിപ്പിൽ പ്രശ്നമുണ്ടായിരുന്നു. സാധനങ്ങൾ പലതും മിസ്സിംഗ് ആണ്. കൺസ്യൂമർ കോടതികളിൽ നമ്മൾ കേസ് പറയുന്നതാണ്. അങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് കൊറിയർ ആന്ധ്രാപ്രദേശ് ചെയ്തതുപോലെ ഒരു സ്വകാര്യ കമ്പനിയുമായി അതിൻ്റെ ഓപ്പറേഷൻ ഏൽപ്പിക്കുകയാണ് ചെയ്തത്. അതിൽ KSRTC നഷ്ടമൊന്നുമില്ല. 19% അല്ലേ, നമ്മൾ കിട്ടുന്ന കളക്ഷൻ്റെ 19% അവർ കൊടുക്കും. പക്ഷെ അവർ മാനേജ് ചെയ്തോളും. അവർക്കൊരു ഗോഡൗൺ ഫെസിലിറ്റി കൊടുക്കും. അടുത്ത ഘട്ടം എന്ന് പറയുന്നത് അവരെ കൊണ്ട് വീടുകളിൽ നിന്ന് സാധനങ്ങൾ എടുക്കുക, വീടുകളിൽ കൊണ്ടുകൊടുക്കുക. ഇതാണ് ലക്ഷ്യം. അപ്പോൾ അതിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ഒരു ഇതിനെ വെച്ചിട്ട് സ്റ്റാഫ് പാറ്റേണും കാര്യം അതെല്ലാം കൂടി KSRTCക്ക് താങ്ങാൻ പറ്റില്ല. അവരും KSRTC സ്റ്റാഫായി മാറുന്നു. അത് KSRTC താങ്ങാൻ പറ്റുന്ന കാര്യമല്ല. പല പിന്നെ കേസുകൾ വരും. ഇവർ തന്നെ നാളെ കൊണ്ട് ഞങ്ങൾ കൊറിയർ ജോലി ചെയ്തതാണ്, ഞങ്ങൾക്ക് അത് തരും, ഗ്രാറ്റുവിറ്റി വരും, പ്രവണ കൊണ്ട് ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും കേസ് കൊടുത്ത് നമ്മൾ തോറ്റ് കോടിക്കണക്കിന് കൊടുക്കാൻ. കോടിക്കണക്കിന്. ഇതൊക്കെ നമ്മൾ വളരെ പണിപ്പെട്ടാണ് മാനേജ് ചെയ്യുന്നത്. അല്ല വളരെ നിസ്സാരമായിട്ട് 1-ാം തീയതി ശമ്പളം കൊടുക്കുന്നു എന്ന് പറയുന്നത് വളരെ നിസ്സാരമായ ഒരു കാര്യമല്ല. വലിയൊരു സർക്കസ് കാണിച്ചിട്ടാണ് പോകുന്നത്. ആ സർക്കസ് എപ്പോൾ വേണമെങ്കിലും പൊളിയാം. അത് പൊളിക്കാൻ വേണ്ടി ആരും ശ്രമിക്കേണ്ട. അതുകൊണ്ടാണ് ചില കടുത്ത നിലപാടെടുക്കുന്നത്. സർക്കസ് പൊളിഞ്ഞു പോകും. അത് പൊളിയാൻ പാടില്ല. അപ്പോഴെല്ലാവരും എതിരാവും. ഈ 120 പേർക്ക് വേണ്ടി സമരം ചെയ്യുന്ന നേതാക്കൾ വരെ എനിക്ക് എതിരാകുന്ന അതിലായിരിക്കും. കൊടുത്ത ആനുകൂല്യം തിരിച്ചെടുക്കാൻ പറ്റില്ല. 1-ാം തീയതി ശമ്പളം എന്നുള്ളത് അവർക്ക് എല്ലാ മാസവും കൃത്യമായി ഒരുമിച്ച് ശമ്പളം കൊടുക്കുന്ന സംവിധാനം മുന്നോട്ട് കൊണ്ടുപോകണം എങ്കിൽ ചില നടപടികൾ എടുക്കണം. അതിനെല്ലാവരും സഹകരിക്കണം. ഹൈക്കോടതി ഉത്തരവ് കണ്ടോ? ഹൈക്കോടതി ഉത്തരവിൽ പറയുന്നത് പ്രത്യേക കാരണം കാണിക്കാതെ ഈ വ്യക്തിയെ അവിടെ നിന്ന് സ്ഥലം മാറ്റിയത് കൊണ്ട് അത് റദ്ദാക്കുന്നു. ഏത് സ്ഥലം മാറ്റം? തൊട്ട് താഴത്തെ വരിയും കൂടെ വായിക്കണം. നിങ്ങൾക്ക് ഡിപ്പാർട്ട്മെന്റിൽ മറ്റ് നടപടികൾ സ്വീകരിച്ച് മുന്നോട്ട് പോകുന്നതിന് ഈ ഉത്തരവ് ഒരു തടസ്സമല്ല. KSRTCനുള്ള അധികാരം ഉണ്ടെന്നാണ് എഴുതിയിരിക്കുന്നത്. ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഉത്തരവാണ്. എന്നെ കളിയാക്കാൻ വേണ്ടി ആ മന്ത്രി മുട്ടുമടക്കി തലകുത്തി. എനിക്ക് മുട്ടുമടക്കാനും തലകുത്തിക്കാനും ഒരു വിഷമമുള്ള ആളല്ല. അതൊന്നും ഇതെൻ്റെ കുടുംബ പ്രശ്നമൊന്നും അല്ലല്ലോ. ഇത് വ്യക്തിപരമായ കാര്യമല്ല. എനിക്ക് ആ വ്യക്തിയോട് എന്താണ് വ്യക്തിവിരോധം? നിങ്ങൾ പറയുന്ന കൂടി ശ്രദ്ധിക്കണം. കാലിക്കുപ്പിയാണ് വാരിയിട്ടിരുന്നത്. കുടിക്ക ദാഹജലം തടഞ്ഞ ദുഷ്ടനായ മന്ത്രിയൊന്നുമല്ല. ദാഹജലമൊന്നുമല്ല. അതിൻ്റെ വീഡിയോ എൻ്റെ കയ്യിലുണ്ട്. വിജിലൻസ് എടുത്ത വീഡിയോ ഉണ്ട്. ഞാനെടുത്ത വീഡിയോ അല്ല, വിജിലൻസ് എടുത്ത വീഡിയോ ഉണ്ട്. കോടതി ഉത്തരവ് വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. പ്രമോദ് വായിച്ച് കേൾപ്പിച്ചു കൊടുക്കും. ആ കോടതി ഉത്തരവ് നിങ്ങൾക്ക് വാട്സാപ്പിൽ ഇട്ട് തരാം. ബഹുമാനപ്പെട്ട കോടതി പറഞ്ഞിരിക്കുന്നത് ഈ ഒരു സ്ഥലം മാറ്റം വേണ്ടെന്ന് വയ്ക്കുന്നു. പക്ഷെ ഒരു രഹസ്യം കൂടി ഞാൻ ചോദിക്കട്ടെ. ഈ പാവപ്പെട്ട ഡ്രൈവർക്ക് ആരാണ് ഇതിൻ്റെ പുറയിൽ? ഇതിനെ നശിപ്പിക്കാൻ ശ്രമിക്കുന്ന ആരോ ഇതിൻ്റെ പുറയിലില്ല. ഇത് നന്നാവരുന്ന പ്ലാസ്റ്റിക് കുപ്പിയിട്ടതിന് മന്ത്രി കണ്ടു, ശകാരിച്ചു. തെറ്റാണോ? അതൊരു തെറ്റാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. എൻ്റെ ഒരു പ്രായത്തിൽ എൻ്റെ അനിയനെ പോലെ ഒരാളോട് നിങ്ങൾ എന്തിനാണ് ചെയ്തത്, അങ്ങനെ ചെയ്യരുത് എന്ന് പറയാൻ എനിക്ക് അധികാരമുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. അതിനെപ്പറ്റിയൊന്നും കോടതി പറഞ്ഞിട്ടില്ല. ഞാനിതിൻ്റെ CEO ആണ്. എൻ്റെ കൺമുമ്പിൽ കാണുമ്പോൾ വണ്ടികൾ നിങ്ങളുടെ കൺമുമ്പിൽ കാണുമ്പോൾ വണ്ടി റോങ് ആയിട്ട് ഓടിക്കും. നിങ്ങൾ വീഡിയോ പകർത്തി എനിക്ക് അയച്ചു തരാറില്ലേ? ഞാൻ നടപടി എടുക്കാറില്ലേ? അത് നിങ്ങൾക്ക് അതിന് അധികാരമുണ്ടോ? പത്രപ്രവർത്തകർക്ക് ഇതിനകത്ത് അധികാരമുണ്ടെന്ന് ആരെയും ചോദിച്ചിട്ടുണ്ടോ? ഇല്ലല്ലോ. നിങ്ങൾ സാധാരണ ജനങ്ങൾ അയക്കുന്നില്ലേ? സിറ്റിസൺ ആപ്പിലേക്ക് ഓരോ കുറ്റകൃത്യങ്ങൾ വീഡിയോയിൽ പകർത്തിയിട്ട് അയച്ചു തരുന്നില്ലേ? ഇപ്പോൾ എറണാകുളത്ത് പിന്നെ കേരളം മുഴുവൻ ഈ ഹോൺ എടുക്കുകയാണ്.
നിങ്ങൾ അതിന്റെ മറുവശം വാങ്ങിക്കണം. ഹോൺ ഇളക്കി മാറ്റുന്ന ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഉത്തരവിന്റെ പുറത്ത് ഒരു അഡ്വക്കേറ്റ് ഇരുന്ന് അടിക്കുന്നതായിട്ട് ഇയാൾ ഏത് അധികാരത്തിന്റെ പുറത്താണ് എടുക്കുന്നത്? ബഹുമാനപ്പെട്ട ഹൈക്കോടതി പറഞ്ഞു ഇത്ര ഡെസിമലിന് വേണ്ടിയുള്ള ഹോൺ അടിച്ചാൽ നടപടി എടുത്തിരിക്കണമെന്ന് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഉത്തരവുണ്ട്. അജ്ഞത നടിക്കരുത്. എറണാകുളത്ത് പോയി വണ്ടി ഓടിച്ച് നോക്കും. നിങ്ങളെ പുറകിൽ കൊണ്ടുവച്ച് ഹോൺ അടിച്ച് പൊറുതി മുട്ടിക്കുകയാണ്. ഈ ഒരു വശത്ത് പറയുന്നു ഗണേഷ്കുമാർ ഹോൺ എടുക്കാൻ പറഞ്ഞു. ഈ റോളർ കയറ്റാനെന്ന് ഞാൻ പറഞ്ഞല്ല, അത് ട്രാൻസ്പോർട്ട് കമ്മീഷൻ നിർദ്ദേശപ്രകാരം ഞാൻ അത് റീസെയിൽ ചെയ്യും. അതാണ് നമ്മുടെ നാട്. ഇല്ല, കോളാമ്പി അവർ പറയുന്ന ഞാൻ ചോദിച്ചു അത്. അപ്പോൾ അവരുന്ന കോളാമ്പി മതി, മറ്റത് കിട്ടത്തില്ല, സ്പെയർ കിട്ടത്തില്ല, ഇത് മാത്രമായിട്ട് സെറ്റായിട്ട് വാങ്ങി നോക്കുമെന്നാണ് പറയുന്നത്. അല്ല, ഇത് നശിപ്പിച്ചില്ലെങ്കിൽ ഇതേ സാധനം തിരിച്ച് മറ്റേ അറ്റത്ത് പോകും. ശരിക്കും പറഞ്ഞാൽ മൊത്തം ഇളക്കി മാറ്റേണ്ടതാണ്. അത് മാത്രമല്ല, മ്യൂസിക്കൽ ഹോൺ ഇളക്കാൻ പറയുന്നത്. ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഉത്തരവ് ഇത്ര ഡെസിമലിന് മേളിൽ സൗണ്ട് പാടില്ല. ഇപ്പോൾ കൊച്ചി കോർപ്പറേഷനുമായിട്ട് സഹകരിച്ചുകൊണ്ട് നമ്മളൊരു മേഖല സൈലന്റ് സോണായിട്ട് പ്രഖ്യാപിക്കാം. ഹോൺ അടിക്കാൻ പാടില്ല, അങ്ങനെ സോൺ വരെയാണ് കൊച്ചിയിൽ. അപ്പോൾ ഇതൊക്കെ നമ്മൾ ഒരു കാലത്തിൻ്റെ മാറ്റങ്ങളാണ്. ചെവി അടിച്ച് ഗണേഷ് കുമാറിന് ഒരു ദുരനുഭവം എൻ്റെ ഇടവരയിലൊന്നും വന്ന് അടിക്കത്തില്ല. ബഹുമാനപ്പെട്ട ഹൈക്കോടതി ജഡ്ജി തൃശ്ശൂരിലേക്ക് യാത്ര ചെയ്യുമ്പോൾ അദ്ദേഹത്തിന് വണ്ടിയുടെ പുറകിൽ കൊണ്ടുവന്ന് നിരന്തരമായി ഹോൺ അടിച്ചല്ലേ ചെയ്തു. അദ്ദേഹം സ്പെഷ്യൽ പ്രോസിക്യൂട്ടറെ വിളിപ്പിച്ചു, KSRT ട്രാൻസ്പോർട്ടിന് വിളിച്ചിട്ട് അദ്ദേഹം പറഞ്ഞു ഇതാണോ ഉത്തരവ് നേരത്തെ ഉള്ളതല്ലേ എന്ന് അദ്ദേഹം ശ്രദ്ധയിൽപ്പെടുത്തി വക്കീൽ എന്നെ വിളിച്ചു. ഞാൻ എന്ത് ചെയ്യണം? ഉണ്ടായിരിക്കുക. ഞാൻ ട്രാൻസ്പോർട്ട് കമ്മീഷണർക്ക് നിർദ്ദേശം കൊടുത്തു വലിച്ചു പറിക്കാൻ. അത് ഇളക്കാൻ പറഞ്ഞു, ഇളക്കി. അപ്പോൾ ട്രാൻസ്പോർട്ട് കമ്മീഷനാണ് പറഞ്ഞത് പൊട്ടിച്ച് കളയാൻ. അപ്പം നമ്മളെവിടെയാണ് പോകുന്നത്? പൊട്ടിക്കാൻ വന്ന വണ്ടിക്ക് പൊല്യൂഷൻ ഉണ്ടോ എന്ന് ചോദിക്കാം. നമ്മൾ നാട്ടുകാരെ ചെവിക്കല്ലടിച്ച് ഡയഫ്രം അടിച്ച് കളയുന്നതിനാണോ പ്രാധാന്യം? അതിന് പൊല്യൂഷൻ ഉണ്ടോയെന്ന്. എല്ലാ വണ്ടിക്കും പൊല്യൂഷൻ ഇല്ലേ? ഇപ്പോൾ വേറെ പ്രശ്നമുണ്ട്. KSRT ഡ്രൈവിംഗ് സ്കൂൾ തുടങ്ങിയപ്പോൾ പ്രതിഷേധമായിരുന്നു. ഇപ്പോൾ KSRT പൊല്യൂഷൻ സെൻറ്റർ തുടങ്ങിയാണ്. നാളെ മുതൽ റെഡിയാണ്. ഇന്നിപ്പോൾ പ്രഖ്യാപിക്കും. നാളെ KSRT വികാസ് ഭവനിൽ ആദ്യത്തെ ആരംഭിക്കുകയാണ്. ഞങ്ങൾക്ക് 6 മാസത്തിലൊരിക്കൽ വണ്ടി ടെസ്റ്റ് ചെയ്യണം. പക്ഷേ ഞങ്ങൾക്കിത് നല്ല എന്താ പറയുക, എല്ലാ സ്ഥലത്തും സ്ഥാപിക്കാൻ പോകാൻ പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെൻറ്റർ. പ്രൈവറ്റ് വെളിയിൽ നിന്ന് വന്ന ആൾക്കാർക്ക് ചെയ്യാം, KSRTയും ചെയ്യാം. KSRTക്കുള്ള ഗുണം എന്ന് പറയുന്നത് ഈ പൊല്യൂഷൻ കറക്റ്റാക്കി വെച്ചാൽ KSRT മൈലേജ് കൂടും. ഞങ്ങളുടെ എഞ്ചിനീയർമാർ തന്നൊരു പ്രപ്പോസലിൽ പൊല്യൂഷൻ ഇല്ലാത്ത വണ്ടി, പുക തുപ്പാത്ത വണ്ടി വേണം എന്നുള്ളത്. അപ്പോൾ ആറ്റിങ്ങിൽ ഇത് പരീക്ഷിച്ച് വിജയിച്ചു. മറ്റ് 11 ഡിപ്പോകളിൽ ഇതിൻ്റെ പരീക്ഷണം നടക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് എല്ലാ സ്ഥലത്തും പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെൻറ്റർ സ്ഥാപിക്കാൻ പോകാൻ. ഇപ്പോൾ KSRT ഡ്രൈവിംഗ് സ്കൂൾ തുടങ്ങി. 21 ഡ്രൈവിംഗ് സ്കൂൾ ആകുന്നതേ ഉള്ളൂ അല്ലേ? ഇപ്പോൾ ആകുന്നതേ ഉള്ളൂ. കഴിഞ്ഞ ദിവസം കരുനാപ്പള്ളിയിൽ ഉദ്ഘാടനം ചെയ്തതേ ഉള്ളൂ. അവിടുത്തെ MLA ഉദ്ഘാടനം ചെയ്തതേ ഉള്ളൂ. എല്ലാ MLA ഇന്നലെ നമ്മുടെ ഹയർ എഡ്യൂക്കേഷൻ മിനിസ്റ്റർ ഇരിഞ്ഞാലക്കുടയിലേക്ക് ചോദിച്ചു, അത് കൊടുക്കാമെന്ന് പറഞ്ഞു. നിങ്ങൾ മനസ്സിലാക്കണം, ഈ ഡ്രൈവിംഗ് സ്കൂൾ 10 മാസം കൊണ്ട് പുതിയ വണ്ടി, 6 ലക്ഷം രൂപ വരെയുള്ള സിമുലേറ്റർ, ക്ലാസ് മുറികൾ, MLA സഹായത്തോടെ ക്ലാസ് മുറികൾ, മറ്റെല്ലാ എക്യുപ്മെൻറ്റും, തിയറി ക്ലാസ്സും, പുസ്തകം അടിച്ച്, അതായത് ഡ്രൈവിംഗ് ചെയ്യുമ്പോൾ പുസ്തകം അടിച്ച് കൈ കൊടുക്കും. 1.5 കോടി രൂപ, 1,78,00,000 രൂപ ലാഭമാണ് ഇന്നലെ വരെ ലാഭമാണ്. എങ്ങനെയാണ് നഷ്ടമാണ്, പരിഷ്കാരം മോശമെന്ന് പറയുന്നത്? എങ്ങനെ? ഞങ്ങളൊരു വാശിപ്പുറത്ത് തുടങ്ങിയതാണ്. പക്ഷേ KSRT ഡ്രൈവിംഗ് സ്കൂൾ എന്ന് പറയുന്നത് മോസ്റ്റ് എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഡ്രൈവിംഗ് സ്കൂളാണ്. ഏറ്റവും മിടുക്കുള്ള കുട്ടികളെയാണ് ലൈസൻസാണ് പഠിപ്പിച്ചിറക്കുന്നത്. ഇന്നലെ നമ്മുടെ തന്നെ 26 ട്രാൻസ്ജെൻഡേഴ്സ്, അവർക്ക് ഡിസ്കൗണ്ട് കൊടുത്തിട്ടുണ്ട്. ട്രാൻസ്ജെൻഡേഴ്സ് 26 പേര് ജോയിൻ ചെയ്തിട്ടുണ്ട് നമ്മുടെ ഡ്രൈവിംഗ് സ്കൂളിൽ. ആപ്ലിക്കേഷൻ 4 മാസത്തേക്ക് പെൻഡിങ് ആണ് തിരുവനന്തപുരത്തെ കണക്കനുസരിച്ച്. എല്ലാ സ്ഥലത്തും ഇപ്പോൾ എല്ലാ MLA-മാരും, തിരുവല്ലയിൽ മാത്യു ടി തോമസ് ചോദിച്ചിരിക്കുന്നു, പിന്നെ കാഞ്ഞിരപ്പള്ളിയിൽ നിന്ന് ജയരാജ് MLA ചോദിച്ചിരിക്കുന്നു, ഇപ്പം ബിന്ദു മിനിസ്റ്റർ ചോദിച്ചിരിക്കുന്നു. എല്ലാവർക്കും കൊടുക്കാൻ 30ഓളം ഡ്രൈവിംഗ് സ്കൂളുകളായി മാറും. KSRT ഡ്രൈവിംഗ് സ്കൂൾ ഒരു വലിയ ലാഭവുമാണ്. KSRTക്ക് നല്ല സമൂഹത്തിന് അതൊരു നേട്ടവുമാണ്. നല്ല ക്വാളിറ്റിയുള്ള ഡ്രൈവിംഗ് അറിയാവുന്ന ആളുകൾ റോഡിലേക്ക് ഇറങ്ങുമ്പോൾ ഉണ്ടാകുന്ന ഒരു റിസൾട്ട് എന്ന് പറയുന്നത് റോഡ് സേഫ്റ്റിയെ സംബന്ധിച്ച് വലിയ കാര്യം തന്നെയാണ്. മുഖ്യമന്ത്രി അടക്കം പ്രഖ്യാപിച്ചതാണ്, അതുപോലെ KCB ഉൾപ്പെടെ കൊടുത്തതുമാണ്. ജീവനക്കാർ പലതവണയായിട്ട് ചോദിച്ചൊരു കാര്യമാണ് DA കുടിശ്ശിക. അത് അറിയില്ല അവർക്ക്. സർക്കാർ